ഇന്ന് നമുക്ക് നമുക്കിന്ന് മുളക് വറുത്തപ്പുളി മാന്തള് വറുത്തതും തറവാട്ട് പുളി അങ്ങനെ പറയാം നമ്മൾ അതുണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഉണക്കമുളക് എടുക്കും. ഉണക്കമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ നമ്മൾ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുത്തോളൂ, നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോളൂ. എന്നിട്ട് അത് നമ്മൾ ജാറിലിട്ട ശേഷം ആദ്യം തന്നെ ഉണക്കമുളക് മാത്രം ജാറിലിടണം കേട്ടോ, എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഉള്ളിയും ഉണക്കമുളകും കൂടി ഇടുമ്പോൾ എന്താണെന്നറിയോ, ഉള്ളി വല്ലാണ്ട് അരഞ്ഞു പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കണ്ടില്ലേ? പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉള്ളി ഇടുക. ഉള്ളി ഇത്തിരി അധികം അയച്ചാലും നല്ലതാണ്. എന്താണെന്നറിയോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പുളി. പണ്ടുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്നതാണ്, ഇപ്പോഴും ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം നമ്മൾ ഉണക്കമാന്തളും കൂടി വറുക്കും, നല്ല ടേസ്റ്റാണ്. അതുണ്ടോ, ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ, വല്ലാണ്ട് അരയണ്ട, ചതഞ്ഞ് കിട്ടിയാൽ മതി. അത്രയും വല്ലാണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് പോവും, ശരിക്കും നമ്മളൊരു ചമ്മന്തി അരച്ച പോലെയാവും, അത് വേണ്ട. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിക്കുക. ഞാൻ അപ്പോഴേക്കും പോയിട്ട് 2 കറിവേപ്പില പൊട്ടിച്ചിട്ട് വന്നു. കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടേ. അപ്പോൾ ആ കറിവേപ്പില കഴുകി കഴിഞ്ഞാൽ ആ വെള്ളത്തോട് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ 4 പുറം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാൻ അതിനൊരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം ഉള്ളിയും മുളകും അതുപോലെ കറിവേപ്പിലയും പിച്ചിയിട്ടിടുക. എന്നിട്ട് അത് നല്ല മൊരിയുന്ന വരെ, ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ അതിനെ ഇളക്കണം. കറിവേപ്പില എപ്പോഴും പിച്ചിടുന്നത് എന്തിനാണെന്നറിയോ, നല്ല മണം കിട്ടാനാ, കുറച്ചുകൂടി മണം കിട്ടും. അതെനിക്ക് പറഞ്ഞു തന്നത് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് വാണിയംകുളത്ത്. ആ ഹോട്ടലിലെ അമ്മമ്മ പറഞ്ഞു തന്നതാണ് ആ റെസിപ്പി. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാമ്പാർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പോയപ്പോൾ മോൻ കഴിച്ചപ്പോൾ പറഞ്ഞു, അമ്മ ഒന്ന് ചോദിച്ചു നോക്കുക അമ്മമ്മയോട്, എങ്ങനെയാണ് അമ്മമ്മ ഈ സാമ്പാർ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മമ്മ സാമ്പാർ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, മോളെ കടുക് താളിക്കുമ്പോൾ കറിവേപ്പില ഇടുമ്പോൾ കറിവേപ്പില ഒന്ന് പിച്ചി ചീന്തി ഇട്ട് നോക്ക്, കുറച്ചുകൂടി നല്ല മണം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴേക്കും കണ്ടില്ലേ, നമ്മുടെ പുളി മറ്റേ ഉള്ളിയും മുളകൊക്കെ നല്ല ബ്രൗൺ കളറായി. അപ്പം നമ്മൾ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു. അത് നന്നായി തിളയ്ക്കുക. നന്നായി തിളച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായി തിളച്ച് വെന്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് തിളയ്ക്കുക. തിളച്ച ശേഷം നമുക്ക് അത് ഇറക്കി വയ്ക്കാം. പുളി റെഡിയായി. ഇനി നമുക്ക് അടുത്തത് മാന്തള് വറുക്കാം. മാന്തള് നമ്മൾ കഴുകി അതിനെ കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കിട്ടുക. എന്താണെന്ന് പറയുക, അതിൻ്റെ ഉപ്പ് പോണ്ടേ, അതൊക്കെ കഴുകി എടുത്ത് വെച്ച് അതിലേക്ക് മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് അതിന് ശേഷം മാന്തളിട്ടിട്ട് അതിലും ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കറിവേപ്പില പിച്ചിയിടും, നല്ല മണമാണ്. അങ്ങനെ മാന്തള് വറുത്തത് റെഡിയായി. മാന്തള് വറുത്തതും മുളക് വറുത്ത പുളി, നമ്മുടെ തറവാട്ട് പുളി റെഡി.